ഭാഗം പറയാം. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും വ്യാപകമായി പ്രതിപാദിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നവർ എന്ന് ഖുർആൻ. ഖതബ എന്ന് പറഞ്ഞാൽ എഴുതി രേഖപ്പെടുത്തി എന്നാണ്. ഖാതിബ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുന്നവൻ എന്നാണ്. മക്തൂബ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തപ്പെട്ടവൻ എന്നാണ്. അതായത് റസൂലുള്ളാഹിനെ കുറിച്ച് തൗറാത്തിലും ഇൻജീലിലും വ്യാപകമായി അല്ലാഹു തആല പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല തന്നെ പറയാം. ആലോചിച്ച് നോക്കണേ, ഈ നബിയെ കുറിച്ച് പറയാൻ സാധാരണ മനുഷ്യനാണ്. പഴയ കാലത്ത് ഈ ജമമുജകൾക്ക് കല്യാണം ചെയ്ത് കൊടുക്കൂല. ആളുകൾ പറയുന്നത് ഓരഞ്ഞു കോടീശ്വരനാണെങ്കിൽ എന്റെ കുട്ടിനെ കൊടുക്കൂല, എന്റെ ഹബീബിനെ സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞവനാണ്, ഓന് കൊടുക്കൂല എന്നാ പറയല്. അതൊക്കെ പോയി. ഇപ്പതൊക്കെ പോയിട്ട് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് സുന്നികളാണ്. അണ്ടർസ്റ്റാൻഡിങ് സുന്നിയാണ്. ചെറിയ കാര്യമല്ല ഇത്. വ്യാപകമായി റസൂലുള്ളാഹിനെ അല്ലാഹു പ്രതിപാദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യാപകമായി എവിടെങ്കിലും ഒന്നോ രണ്ടോ തവണ പറഞ്ഞു പോയതല്ല. നിങ്ങൾ നോക്കുക. അതുകൊണ്ടല്ലേ അള്ളാന്റെ ഹബീബ് പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വരികയാണ്. റസൂലുള്ളാഹി മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന വിവരം മദീനക്കാരെ കേട്ടപ്പോ അവരെല്ലാ ദിവസവും മദീനയിലെ കുന്നുകളിൽ പോയി നിൽക്കും. പോയി നിന്നിട്ട് അവർ മക്കയിലെ വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഹുബ്ബെന്താന്ന് മദീനക്കാരുടെ അടുത്ത് പഠിക്കണം. ഹുബ്ബെന്താന്ന് മദീനക്കാരുടെ അടുത്ത് പഠിക്കണ്ടേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി നിൽക്കും. ഇതിനറിയോ? ആ നബി പോകും. ആ നബി ഇങ്ങോട്ട് കടന്നു വരുമ്പോ ആ ഹബീബിനെ സ്വീകരിക്കുന്ന ഒന്നാമത്തെ ആള് ഞാനാവണം. കേരളത്തിലെ കുറെ മനുഷ്യന്മാര് സഫറും കെട്ടാവും പോലെ മനസ്സിങ്ങനെ കുളിർത്ത് തുടങ്ങും ഓരോ ദിവസവും. ഇല്ല, ഇനി റബീഉൽ അവ്വൽ 5 ദിവസം, ഇനി 4 ദിവസം, ഇനി 2 ദിവസം, ഇനി 1 ദിവസം. വേറെ ചില ആൾക്കാരുണ്ട് സഫറും കെട്ട് വരുമ്പോഴേക്കും ഇടങ്ങാറാ, ഒരു മാസം എങ്ങനെ കഴിഞ്ഞു കിട്ടാന്ന പോലെ ചോദിക്കാം. ഏതാണ് സ്നേഹം, ഏതാണ് ഹുബ്ബ്, ഏതാണ് വെറുപ്പ്? ഒന്നും ചിന്തിക്കേണ്ട. മദീനക്കാർ ആ വഴിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചാൽ ഇരുട്ട് പരക്കും. അപ്പോൾ അവർ നിരാശരായി തിരിച്ചു പോകും. അവസാനം ചരിത്രം പറയാണ്, മദീനക്കാർക്ക് തോന്നി പുണ്യനബി വഴിമാറി എങ്ങോട്ടോ സഞ്ചരിച്ചു പോയിട്ടുണ്ടാകും. റസൂലുള്ളാഹി വരുന്നില്ലല്ലോ, ദിവസങ്ങളായല്ലോ. അപ്പോഴാണ് ഒരു ജൂത പണ്ഡിതൻ, മദീനക്കാർ അശ്രദ്ധയിലായിരിക്കുമ്പോഴാണ് ജൂത പണ്ഡിതൻ വിളിച്ചു പറഞ്ഞത്, മദീനക്കാരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകനാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. ഈ ജൂത പണ്ഡിതൻ എങ്ങനെയാണ് റസൂലുള്ളാഹിയാണെന്ന് മനസ്സിലായത്? റസൂലുള്ളാഹിനെ മക്കത്ത് പോയി കണ്ടതല്ല, വീഡിയോയിൽ കാണാനെന്ന സൗകര്യമില്ല, ശാസ്ത്രം ഇത്രമേൽ പുരോഗമിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ആ യാത്ര ചെയ്തു വരുന്ന സ്വഭാവം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അന്ത്യപ്രവാചകനാണെന്ന്. കാരണം അന്ത്യപ്രവാചകന്റെ ഹിജറ തൗറാത്തിലും ഇൻജീലിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അതാണ് അന്ത്യപ്രവാചകൻ, നിങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകൻ. മദീനക്കാരെല്ലാവരും ഒത്തുചേർന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാർക്ക് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലാത്ത മദീനക്കാർക്ക് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തത് തൗറാത്തിലും ഇൻജീലിൽ നിന്നും ആ സ്വഭാവങ്ങൾ കണ്ട് മനസ്സിലാക്കിയ ജൂത പണ്ഡിതനായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. മാത്രമല്ല മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിന്റെ കൂടെ ചെറുപ്രായത്തിൽ ഒരു കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ ആ യാത്രാ സംഘത്തിന്, മുഹമ്മദ് എന്ന പൊന്നമോനുള്ള യാത്രാ സംഘത്തിന് മേഘം തണലിട്ട് കൊടുക്കുന്നത്. മേഘം തണലിട്ട് കൊടുത്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രാ സംഘത്തെ ജൂതനായ ഒരു പുരോഹിതൻ കണ്ടപ്പോ അദ്ദേഹം തന്റെ സേവകരെ പറഞ്ഞയച്ചിട്ട് ആ യാത്രാ സംഘത്തെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് നല്ല ഒട്ടകത്തെ അറുത്ത് സുഭിക്ഷമായ സദ്യ ഉണ്ടാക്കി അവർക്ക് നന്നായി ഭക്ഷണം കൊടുത്തു. അവരെ നന്നായി സൽക്കരിച്ചു കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് എന്ന ഈ പൊന്നുമോനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ ജൂത പണ്ഡിതന്റെ ചോദ്യം, ഈ കുട്ടിയുടെ പിതാവ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? അബൂ താലിബ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആ കുട്ടിയുടെ പിതാവ് ഞാനാണ്. ജൂത പണ്ഡിതന്റെ ചോദ്യം, നിങ്ങൾ ഈ കുട്ടിയുടെ യഥാർത്ഥ പിതാവാണോ? അബൂ താലിബിന്റെ മറുപടി, അല്ല, ഞാൻ അവന്റെ ഉപ്പയുടെ സഹോദരനാണ്, മൂത്താപ്പയാണ്. ഉടനെ ബഹീറയുടെ ഈ പുരോഹിതന്റെ ചോദ്യം, ഈ കുട്ടിയുടെ പിതാവ് ജന്മത്തിന് മുമ്പേ മരിച്ചു പോയിട്ടുണ്ടോ? അബൂ താലിബിന്റെ മറുപടി, അതെ. ചോദിച്ചു, ഈ കുട്ടിയുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? അബൂ താലിബിന്റെ മറുപടി, ഇല്ല. ഈ കുട്ടിയുടെ ഉമ്മ 6ാമത്തെ വയസ്സിലാണോ മരണപ്പെട്ടത്? അബൂ താലിബിന്റെ മറുപടി, അതെ. ഉടനെ തന്നെ റസൂലുള്ളാഹിനെ മുഹമ്മദ് എന്ന കുഞ്ഞിനെ കൂട്ടിയിട്ട് റൂമിന്റെ വീട്ടിന്റെ അകത്തേക്ക് പോയിട്ട് നബുവത്തിന്റെ അടയാളം പരിശോധിച്ച ഈ ജൂത പണ്ഡിതൻ അബൂ താലിബിനെ വീട്ടിന്റെ അകത്തേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിയുമായി നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യരുത്, ഈ കുട്ടിക്ക് വലിയൊരു ഭാവിയുണ്ട്. ജൂതന്മാർ കണ്ടാൽ ഈ കുഞ്ഞിനെ കൊന്നുകളയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പൊന്നുമോന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ എന്ന്. അന്ന് എത്രത്തോളം
എന്നറിയോ? അബൂ താലിബിന് ഉപദേശം കിട്ടിയതിന് ശേഷം മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പോലും തന്റെ മെത്തയിലായിരുന്നു റസൂലുള്ളാഹിനെ കിടത്താറുണ്ടായിരുന്നത്. റസൂലുള്ള തന്നെ അത് പറഞ്ഞിട്ടില്ലേ? മൂത്താപ്പയ അബൂ താലിബ് തന്ന സ്നേഹത്തെക്കുറിച്ച് തന്റെ സ്വന്തം മക്കളെ വീട്ടിന്റെ മറ്റു റൂമിലൊക്കെ കിടത്തുമ്പോ റസൂലുള്ളാഹിനെ അബൂ താലിബ് തന്റെ അടുത്ത് തന്നെയാ കിടത്താറുള്ളത്. മാത്രമല്ല രാത്രി അർദ്ധരാത്രിയിലൊക്കെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഈ പൊന്നുമോനെ റസൂലുള്ള പറയാ എന്നെങ്ങനെ തപ്പി നോക്കും, ഞാൻ അടുത്തുണ്ട് എന്ന് ഉറപ്പ് വരുത്തും. അത്രമാത്രം എന്റെ കാര്യത്തിൽ മൂത്താപ്പാക്ക് ശ്രദ്ധയുണ്ടായിരുന്നു. ഈ ജൂത പണ്ഡിതന് കൊടുത്ത സൂചനയെ ശ്രദ്ധിക്കണം. ഇവനെ ആളുകൾ കണ്ടാൽ, ജൂതന്മാർ കണ്ടാൽ കൊന്നുകളയാൻ സാധ്യതയുണ്ട് എന്ന് എങ്ങനെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നറിയോ? ശ്രദ്ധിക്കണേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. തൗറാത്തിലും ഇഞ്ചീലിലും വ്യാപകമായി റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഖുർആന്റെ പ്രയോഗമാണത്. യഅരിഫൂനഹു ജൂത ക്രൈസ്തവർക്ക് റസൂലുള്ളാഹിനെ അറിയാം. കമാ യഅരിഫൂന അബ്നാഅഹും, അവർക്ക് സ്വന്തം മക്കളെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമോ അതേപോലെ റസൂലുള്ളാഹിനെ തിരിച്ചറിയാൻ പറ്റാവുന്ന രീതിയിലുള്ള അടയാളങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു പറയാണ്, അപ്പോൾ തൗറാത്തും ഇഞ്ചീലും റസൂലുള്ളാഹിന്റെ മദ്ഹ് കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക മുശ്രിക്കീങ്ങളും അതേപോലെ ക്രൈസ്തവരും ജൂതരും തമ്മിലൊക്കെ എന്തെങ്കിലും സംഘട്ടനങ്ങളോ പ്രശ്നങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഒക്കെ ഉണ്ടായാൽ ക്രൈസ്തവരവരോട് ജൂതന്മാരവരോട് പറയുമായിരുന്നു, ഇല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു നബി വരാനുണ്ട്. ആ നബി വന്നാൽ ആ നബിയുടെ കൂടെ നമ്മൾ നിങ്ങളോട് യുദ്ധം ചെയ്യും. ആ നബിയെ കൂട്ടി യുദ്ധം ചെയ്താൽ നിങ്ങൾ പരാജയപ്പെടും എന്നവർ പറയാറുണ്ടായിരുന്നുവെന്ന് കാനൂ യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ആളാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തല്ലാണ് നല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. പഴയ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹ്. വല്യാപ്പാനെ കുറിച്ച് വാപ്പയോട് ചോദിച്ചാൽ പറഞ്ഞുതരും. വല്യാപ്പ എല്ലാ വെള്ളിയാഴ്ച രാവും മങ്കുസ് മൗലിദ് ഓതാറുണ്ടായിരുന്നു വീട്ടിൽ, കുട്ടികളൊക്കെ കൂട്ടിയിട്ട്. അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ എല്ലാ വെള്ളിയാഴ്ച രാവും ഓതും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓതും. റസൂലുള്ളാഹ് എന്നും വീട്ടിൽ പറയപ്പെടാറുണ്ട്. ആ ഹബീബിനെ കുഞ്ഞു പൈതങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ പകർന്നു കൊടുത്തു. ആ പകർന്നു കൊടുത്തതാണ് കഴിഞ്ഞ തലമുറയിൽ ഈമാൻ ഉണ്ടായത്. കഴിഞ്ഞ തലമുറയിൽ ഇത്ര മദ്രസ ഉണ്ടോ? എത്ര മദ്രസ? 11,004 നല്ല സംഘടനാ പ്രവർത്തകൻ തന്നെ. കൃത്യം 11,004 മദ്രസയുണ്ട്. അന്നൊരു മദ്രസ പോലുമില്ല. ഒരു മദ്രസ പോലും ഇല്ലാത്ത കാലം അല്ലെ? എന്റെ അമ്മൊന്നും മദ്രസ പഠിച്ച ആളല്ല. ആകെ ഖുർആൻ ഓതാനേ പഠിച്ചിട്ടുള്ള ഒരു മുല്ലാക്കയുടെ അടുത്തുന്നൊരു ദീനിയാത്തും അമലിയാത്തും. ഉമ്മാനോട് ചെന്നിട്ട് ആരെങ്കിലും ചോദിക്കാൻ, ഏതെങ്കിലും കുട്ടി പറയാണ് കല്യാണത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അമ്മ തിരിച്ചു ചോദിക്കണ ഒരു ചോദ്യം എന്താ ചോദ്യം എന്നറിയോ? മുത്തുനബി പഠിപ്പിച്ചതല്ലേ മക്കളെ കല്യാണം വേണ്ടെന്നോ? അവർക്ക് അതേ ഉള്ളൂ. ഒരു ലോജിക്കുമായി മാറ്റുരക്കൂല. അവരുടെ മുമ്പിൽ ഒരു ലോജിക്കില്ല. ഇന്നത്തെ നമ്മളെ കുട്ടികൾ +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. അവർ പിന്നെ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച അധ്യാപനങ്ങൾ മുഴുവൻ അതിന്റെ ലോജിക്ക് തെരഞ്ഞു പോവുകയാണ് അവർ. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്താണെന്ന് ചോദിക്കുന്നവർ. എന്റെ ചര്യയാണ് വിവാഹമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഹബീബിനെ കൽബിൽ കൊണ്ട് നടക്കുന്നവൻ അങ്ങനെ ചോദിക്കാൻ പറ്റൂല. അവൻ ഞാൻ കല്യാണം ചെയ്യൂല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദിബു ഔലാദകും അലാ തലാത്ത് ഖിസാൽ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ 3 കാര്യമാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. ഹബ്ബി നബിക്കും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഒന്നാമതെന്നെ പറഞ്ഞതാ. അതുകൊണ്ടാ മദ്രസയിൽ നബിദിനം നടത്തുമ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു പാട്ട്, റസൂലുള്ളാഹിനെ കുറിച്ചൊരു പാട്ട്. 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു പ്രസംഗം. ഹബീബിനെ ഇൻജക്ട് ചെയ്യാൻ കൽബിക്ക്. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ ഹബീബിനെ നമ്മുടെ തലമുറ ഇത്രമേൽ പരിചയപ്പെട്ടത് ഈ നബിദിന സമ്മേളനങ്ങളും പരിപാടികളും നബിദിന യോഗങ്ങളും മൗലിദാഘോഷങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നടന്നതുകൊണ്ടല്ലേ?